രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയ്ക്ക് നൽകിയ വലിയൊരു സംഭാവന സംസ്കാര അനുരൂപണത്തിൻ്റെതാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന ഡിക്രിയിൽ കൗൺസിൽ പറയുന്നുണ്ട്, പ്രാദേശിക സംസ്കാരങ്ങളുമായി അടുത്ത് ഇടപഴകി ജീവിക്കണം ക്രൈസ്തവർ എന്നതാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ചാപ്പല് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് സക്രാരി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഹൃദയത്തിലേക്ക് നോക്കുന്ന കണ്ണുകൾ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ എന്ന അർത്ഥത്തിലാണ് ഈ സക്രാരി സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ജ്വാലകളുണ്ട്, തിരുഹൃദയത്തിൻ്റെ അനുസ്മരണ. അതിനു മുമ്പിൽ യേശുവിൻ്റെ ഒരു ചിത്രമുണ്ട്. ഒരുപക്ഷെ യേശുവിൻ്റെ ഒറിജിനൽ ചിത്രം അതായിരിക്കും. ട്യൂറിൻ കച്ചയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് ആ ചിത്രം. ഇവിടെ ഇരുന്നിട്ട് കുർബാന അർപ്പിക്കുന്നുള്ളൂ. ആദിമ സഭയിലും യേശുവിൻ്റെ തിരുവത്താഴത്തിലും നിലത്തിരുന്നാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത്. നിലത്തിരുന്നാണ് യേശു തിരുവത്താഴം കഴിച്ചത്. 960 മുതൽ ആണ് മേശ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിച്ചത്. അതിനു മുൻപ് നമ്മളൊക്കെ നിലത്തിരുന്നാണ്, മുട്ടിപ്പലകയിലിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയാണ് ഭക്ഷണം സൗഹാർദ്ദം പങ്കിടുന്നത്. അപ്പോൾ യേശുവിൻ്റെ തിരുവത്താഴം റിക്ലൈനിങ് എന്നാണ് പറയുന്നത്. റിക്ലൈനിങ് എന്ന വാക്കിൻ്റെ അർത്ഥം നിലത്തിരിക്കുക എന്നതാണ്. നിലത്തിരുന്നാണ് യേശു തിരുവത്താഴം കഴിച്ചത്. അതിൻ്റെ അനുസ്മരണയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കാർമ്മികനും നിലത്തിരിക്കണം, വിശ്വാസികളും നിലത്തിരിക്കണം. ഇവിടെ വെച്ചിരിക്കുന്ന ഗോങ് മെഡിറ്റേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഗോങ് ആണ്, മണിയാണ്. അതിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ഇതാണ് മിനിയേച്ചർ ഫോം ഓഫ് ലാബറിന്ത്. ലാബറിന്തിൻ്റെ ഒരു ചെറിയ രൂപം ധ്യാനാത്മകമായി നടത്താനുള്ള ഒരു പരിശീലനമാണ് ഇവിടെ കിട്ടുന്നത്. ഈ മുറി, ഈ ചാപ്പല് മെഡിറ്റേഷനും ധ്യാനത്തിനും കുർബാനയ്ക്കും മാത്രം ഉപയോഗിക്കുന്ന ഒരു ചാപ്പലാണ്. നല്ല ഒരു വൈബ്രേഷൻ ഉണ്ട് ഇതിൽ. ഭാഗീരഥൻ്റെ തപസ്സിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ചിത്രം. ജ്യോതി സാഹി എന്ന ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കലാകാരൻ വരച്ചതാണ് ഈ ചിത്രം. ഭൂമി വരണ്ടപ്പോൾ ഭാഗീരഥ മഹർഷി ദിവ്യതയോട് പ്രാർത്ഥിച്ചു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഗംഗയെ അയക്കാനായിട്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. യേശു ഒരു ജീവൻ്റെ ജലമാണ്, ജീവൻ്റെ നദിയാണ് എന്ന രൂപത്തിലാണ് ഇത് ആലേഖനം ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം കാണുന്നത് യേശുവാകുന്ന നദിയിലേക്ക്
ജനങ്ങൾ വരുന്നു. സമരിയാക്കാരിയുടെ ചിത്രം, മോശ പാറയിൽ അടിച്ച് വെള്ളം ഉണ്ടാക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതാണ് ഈ ചിത്രത്തിൻ്റെ അർത്ഥം.